എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഫ്ഗാനിസ്ഥാനെ മലർത്തിയടിച്ച് ഇന്ത്യ ഇന്ന് റെക്കോർഡ് വിജയം തന്നെയാണ് സ്വന്തമാക്കിയത്. ഇന്ത്യക്കെതിരെ ആദ്യ ജയം തേടിയിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ ശരിക്കും ഇന്ന് ഇന്ത്യക്ക് മുന്നിൽ നാണം കെട്ടു. ആദ്യ T20 മത്സരം തന്നെ ജയിച്ചതോടെ ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. എന്നാൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 വന്നപ്പോൾ ഞെട്ടിയത് മലയാളി ആരാധകരായിരുന്നു. സഞ്ജുവിനെ വീണ്ടും BCCI ഇന്ത്യൻ പ്ലേയിങ് 11-ൽ നിന്നും തഴഞ്ഞു. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 20 ഓവറിൽ 158 റൺസാണ് നേടിയത്. ഇന്ത്യയുടെ ഇന്നത്തെ ബൗളിംഗിന് മുന്നിൽ അഫ്ഗാനിസ്ഥാൻ താരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. മറുപടി ബാറ്റിംഗിൽ അടിച്ചു കളിച്ചതോടെ കളി ഈസിയായി ഇന്ത്യ ജയിച്ചു. ഇന്ന് ഇന്ത്യ ജയിച്ചപ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ന് ഇന്ത്യ ജയിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്ത്യൻ നിരയിൽ ശിവം ദുബെ, അർഷദീപ് സിംഗ് എന്നിവർ മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. അഫ്ഗാനിസ്ഥാൻ ഒരു ചെറിയ ടീമാണ്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ജയിക്കാൻ സാധിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിന്ന് പ്ലേയിങ് 11-ൽ ഉണ്ടാകുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇത്തവണയും BCCI എന്നെ ചതിച്ചു. എന്നെക്കാളും എക്സ്പീരിയൻസ് കുറവുള്ള താരങ്ങൾക്ക് വരെ ഇന്ന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചു. എന്നിട്ടും BCCI എനിക്ക് അവസരം നൽകുന്നില്ല. എന്തുകൊണ്ടാണ് BCCI എന്നെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമല്ല. എന്തായാലും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു T20 സീരീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ വരാനിരിക്കുന്ന വേൾഡ് കപ്പിലും എനിക്ക് അവസരം ലഭിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ തകർത്തടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും അടുത്ത T20 മത്സരത്തിലെങ്കിലും BCCI എനിക്ക് ഒരു അവസരം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, സഞ്ജു സാംസൺ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ആദ്യ T20 മത്സരം തന്നെ ജയിച്ച് മുന്നേറിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ ഇന്ന് തകർപ്പൻ പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. വരുന്ന മത്സരങ്ങളിലും ഇന്ത്യ ഇതേ പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.